നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോറൽ റീഫ്സ്. സോ ഈ കോറൽ റീഫ്സ് എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ്. യു ക്യാൻ കോൾ ഇറ്റ് ആസ് റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് മഴക്കാടുകളാണ്, റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ സീയിലെ മഴക്കാടുകൾ എന്നാണ് കോറൽ റീഫ്സ് അറിയപ്പെടുന്നത്, ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ബാലൻസ്ഡ് ഇക്കോസിസ്റ്റം. അപ്പോൾ നമ്മൾക്ക് അവിടെ കോറൽസ് മാത്രമല്ല കാണാവുന്നത്, ഫൊറാമിനിഫെറൻസ്, ദെൻ സെവറൽ ടൈപ്സ് ഓഫ് ആൽഗേ, ഫിഷസ്, ക്രാബ്സ്, ബൈവാൽവ്സ്, മൊളസ്ക്, പലതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നല്ല ബാലൻസ്ഡ് ഇക്കോസിസ്റ്റമാണ് അതവിടെ. ദെൻ ദ ക്ലാസിഫിക്കേഷൻ, ദർ ആർ 3 types of coral reefs: ഫ്രിഞ്ചിങ് റീഫ്, ബാരിയർ റീഫ് ആൻഡ് അറ്റോൾ. പവിഴപ്പുറ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ആൻഡ് ഫ്രിഞ്ചിങ് റീഫ്. ഫ്രിഞ്ചിങ് റീഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്ലോസ് ടു ദ ഷോർ. അപ്പോൾ ഷോറിൻ്റെ വളരെ അടുത്തായിട്ടുള്ള റീഫാണ് ഫ്രിഞ്ചിങ് റീഫ്സ് എന്ന് പറയുന്നത്. അതിന് 3 റീജൻസ് ആണുള്ളത് ഫ്രിഞ്ചിങ് റീഫിന്. ഓക്കെ, യു ക്യാൻ സീ ദിസ്. അപ്പോൾ ഇതാണ് ഷോറെങ്കിൽ ഇതാണ് റീഫ് തുടങ്ങുന്ന റീജൻ. അതിന് ആദ്യത്തെ റീജനാണ് റീഫ് ഫ്ലാറ്റ് എന്ന് പറയും. ദെൻ ഒരു റീഫ് ക്രസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ ഏറ്റവും ഹൈറ്റുള്ള റീജൻ, കോറൽ റീഫിലെ ഏറ്റവും ഹൈറ്റുള്ള റീജനാണ് റീഫ് ക്രസ്റ്റ്. ക്രസ്റ്റ് എപ്പോഴും ഹൈ എന്നുള്ള പോയിൻ്റ് എന്നൊക്കെയുള്ള മീനിങ് വരുന്ന പോലെയാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് അതാണ്. ദെൻ ദർ ഇസ് എ സ്ലോപ്പിംഗ് റീജൻ നോൺ ആസ് റീഫ് ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3 റീജൻസ് ആണുള്ളത്. അപ്പോൾ ഈ കോറൽ റീഫ്സ് ശരിക്കും ഈ ഷോറിനെ സ്റ്റോംസിൽ നിന്നും വേവ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒട്ടും വേവ് കിട്ടാത്ത സ്ഥലം ഏതായിരിക്കും? ഇവിടെ നിന്നാണല്ലോ വേവ് വരുന്നത്, ദിസ് ഓപ്പൺ സീന്ന്. അപ്പോൾ ഏറ്റവും ബാക്കിലുള്ള ഈ റീജനിലൊന്നും അധികം സ്റ്റോമോ വേവോ ഒന്നും അടിക്കത്തില്ല. ഓക്കെ, എന്നാൽ വേവ്സിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നതും ഏറ്റവും കൂടുതൽ വേവിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതും ഈ ഹയസ്റ്റ് പോയിന്റിലാണ്, ദാറ്റ് ഇസ് റീഫ് ക്രസ്റ്റ്. പിന്നെ ഏറ്റവും സ്ലോപ്പിംഗ് ആയിട്ടുള്ള റീജൻ എന്ന് പറയുന്നിടത്താണ് ആക്റ്റീവ് കോറൽ ഗ്രോത്ത് ഉള്ളത്. ഓക്കെ, അത് ഷോറിൽ നിന്നും ഏറ്റവും ദൂരെ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. ദെൻ ഈ ഷോറിൽ നിന്നും ഈ റീഫിൻ്റെയും ഇടയ്ക്ക്, അതായത് റീഫിൻ്റെ 3 റീജൻ കൂടുന്ന ഈ റീഫിൻ്റെയും ഷോറിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയ സ്ട്രെച്ച് ഓഫ് വാട്ടറേ ഉണ്ടാവുള്ളൂ, ലഗൂൺ എന്ന് നമ്മൾ പറയും. ബട്ട് ഇറ്റ്സ് നോട്ട് നാവിഗബിൾ, അതായത് വലിയ ഷിപ്പൊന്നും പോകാൻ പറ്റില്ല. ചില കേസിൽ മാത്രം അവിടെ ആ നേറ്റീവ്സിൻ്റെ ബോട്ടിന് പോകാനായിട്ടൊരു ചെറിയ ഇന്നർ ഫ്ലാറ്റ് റീജൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രിഞ്ചിങ് റീഫ് ആൻഡ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ദ റീജിയൻ ബിറ്റ്വീൻ ദ റീഫ് ആൻഡ് ദ ഷോർ ഈസ് നോൺ നാവിഗബിൾ. അതാണ് ഫ്രിഞ്ചിങ് റീഫിൻ്റെ ഫീച്ചർ. വേറാസ് ഇൻ ബാരിയർ റീഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദിസ് ഷോർ ആൻഡ് റീഫ് ഇസ് വൈഡ് ആൻഡ് ദാറ്റ് ലഗൂൺ ഈസ് ഡീപ്പ് ഓൾസോ. അപ്പോൾ അതിലെ കൂടെ ഷിപ്പിനൊക്കെ പോകാൻ പറ്റും. ദാറ്റ്സ് എ നാവിഗബിൾ ചാനൽ ഇസ് ദർ. ഓക്കെ, സോ ഇതാണ് പറഞ്ഞ റീജൻസ്. റീഫ് ഫ്ലാറ്റ് ഉണ്ട്, റീഫ് ക്രസ്റ്റ് എന്ന് പറയുന്ന ഹയസ്റ്റ് പോയിൻ്റ് ഉണ്ട്, ദെൻ റീഫ് ഫ്രണ്ട് എന്ന് പറയുന്ന ഏറ്റവും ഫ്രണ്ടിലുള്ള റീജൻ, അവിടെയാണ് സ്ലോപ്പിംഗ് ആണ് ആക്റ്റീവ് ഗ്രോത്ത് നടക്കുന്ന റീജൻ. എക്സാമ്പിൾസ്, ഇറ്റ്സ് സച്ച് reefs are found in Caribbean Sea, Red Sea, Park Bay and Gulf of Mannar between തൂത്തുക്കുടി ആൻഡ് രാമേശ്വരം. ട്യൂറ്റിക്കോറിൻ എന്ന് പറയുന്നത് തൂത്തുക്കുടിയാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കുള്ള റീജൻ. ദെൻ നെക്സ്റ്റ് ഇസ് ബാരിയർ റീഫ്. ബാരിയർ റീഫ് എന്ന് പറയുന്നത് ഷോറിന് പാരലായിട്ടാണ്, പക്ഷേ കുറേ വൈഡായിട്ടുള്ള ദൂരത്തിൽ, നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ അടുത്തുപോലെ തോന്നുമെങ്കിലും ഇറ്റ്സ് സെവറൽ കിലോമീറ്റേഴ്സ്, ഓൾമോസ്റ്റ് 15 കിലോമീറ്റേഴ്സ് ഒക്കെ വൈഡായിട്ടാണ് പോകുന്നത്. ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് യു ഹാവ് ഹേർഡ് ഗ്രേറ്റ് ബാരിയർ റീഫ് ഓഫ് ഓസ്ട്രേലിയ. ആൻഡ് ദിസ് ലഗൂൺ, ദിസ് സ്ട്രെച്ച് ഓഫ് വാട്ടർ ഇസ് നാവിഗബിൾ. അപ്പോൾ ഇതിലെ ഷിപ്പിലൊക്കെ പോയിട്ട് ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ബാരിയർ റീഫിനും ഫ്രിഞ്ചിങ് റീഫിൻ്റെ പോലെ തന്നെ പാർട്സൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ആ 3 പാർട്സാണുള്ളത്. പക്ഷേ മറ്റതിനൊരു ഇന്നർ ഫ്ലാറ്റ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഈ റീജിയനെ നമ്മൾ ലഗൂൺ ഫ്ലാറ്റ് എന്ന് പറയും. ലഗൂൺ ഫ്ലാറ്റ്, അവിടെയും നല്ല എക്സ്ട്രാ ഓർഡിനറി കോറൽ ഗ്രോത്ത്, ലക്ഷൂറിയൻ കോറൽ ഗ്രോത്ത് അവിടെയും കാണാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് അറ്റോൾ. അറ്റോൾ എന്ന് പറയുന്നത് സർക്കുലർ ആവാം, ഹോഷു ഷേപ്ഡ് ആവാം, അങ്ങനെയുള്ള റീഫാണ്. അതിൻ്റെ നടുക്ക് ഒരു ലഗൂണേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞത് ലാൻഡിൻ്റെ അല്ലെങ്കിൽ ഷോറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഷോറിൽ നിന്ന് കുറച്ച് അകലെ എന്നുള്ളതാണ്. ഈ ഒരു കേസിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട, നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിൻ ഓഫ് കോറൽ റീഫ്സ് ഒക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഐലൻഡൊക്കെ സബ്സൈഡ് ചെയ്ത് സിങ്ക് ചെയ്ത് പോകുമ്പോഴാണ് ഇതൊരു ലഗൂൺ മാത്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോറൽസ് അല്ലെങ്കിൽ കോറൽ ഐലൻഡ്സ് ദേ വിൽ എൻസർക്കിൾ ലഗൂൺ. അപ്പോൾ ഇങ്ങനത്തെ ഹോഷു ഷേപ്ഡ് അല്ലെ സർക്കുലർ റീഫ്സ് ആർ ഓൾസോ ദർ. എക്സാമ്പിൾസ് നമ്മൾ ലക്ഷദ്വീപ്, മാൽദീവ്സിലൊക്കെ കാണുന്നത്. ദെൻ ബർമുഡ ഓഫ് അറ്റ്ലാന്റിക്, ബിക്കിനി ഇൻ പസഫിക്, ദീസ് ആർ ഓൾ അറ്റോൾ ടൈപ്സ് ഓഫ് കോറൽ റീഫ്സ്. Then what are the significance? As I already explained, it's the tropical rainforest of the sea. Then so they maintain the fertility of surrounding water. ബയോളജിക്കൽ വെൽത്ത്, ഇപ്പോൾ പലതരം ഓർഗനിസം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ട്രഷർ ഹൗസ് ഓഫ്
ബയോളജിക്കൽ വെൽത്ത്, ദേ പ്രൊട്ടക്ട് ദ ബീച്ചസ് ആൻഡ് ഷോർ ലൈൻ ഫ്രം വേവ്സ് ആൻഡ് കറൻസ്. ദെൻ സീ ഫുഡ്, അപ്പോൾ അവിടെയുള്ള ഫിഷറിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ദെൻ ഫീഡിങ് ഗ്രൗണ്ട്സ് ആൻഡ് ഷെൽട്ടർ ഓഫ് മെനി ഫിഷസ്, പാരറ്റ് ഫിഷ് അല്ലാതെ കുറേ ഫിഷസ് അവിടെ ജീവിക്കുന്നവരുണ്ട്, ക്ലൗൺ ഫിഷ്, അങ്ങനെ ഒത്തിരി ഫിഷസ് ഉണ്ട്. ദെൻ വേറെ അതർ ആനിമൽസ് ലൈക്ക് മൊളസ്ക്, ദെൻ ക്രാബ്സ്, അങ്ങനെ ഒരുപാട് ആനിമൽസ് അവിടെ ഉള്ളവരുണ്ട്. ദെൻ ഈ ലൈം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കാൽഷ്യം കാർബണേറ്റ് എക്സോസ്കെലിറ്റൺ ആണ്. ഇറ്റ് ആക്ട് എസ് റോ മെറ്റീരിയൽ ഫോർ ബിൽഡിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ലൈം, കാൽഷ്യം ഓക്സൈഡ്, മോട്ടാർ, സിമെൻറ്റ്, ഇതൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ സെവറൽ സോഫ്റ്റ് കോറൽസ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സോഫ്റ്റ് കോറൽസ് എന്താണെന്ന്. അവർ ആ സ്കെൽറ്റിൻ്റെ പുറത്തായിരിക്കും അവരുടെ ഫ്ലഷി ബോഡി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ് കോറൽസ് പലതും സോഴ്സ് ഓഫ് മെഡിസിൻ, ഇൻഡിജിനസ് മെഡിസിൻസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടൂറിസം, അപ്പോൾ ഇതിനെ കാണാനൊക്കെ പോകുന്നത്, അതായത് ഇപ്പോൾ നാവിഗബിൾ ചാനലിലൂടെ പോയി ഈ കോറൽ റീഫ്സൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് നല്ല സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ് ജോബ് ഫോർ മെനി പീപ്പിൾ. ദെൻ അത് അല്ലാണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാം, കോറൽസൊക്കെ കാണാൻ വേണ്ടി പോകാം. ദെൻ ഇമ്പോർട്ടൻറ്റ് റിസർവോയേഴ്സ് ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ദെൻ ഓർണമെൻറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റെഡ് കോറൽ, കോറലിയം, നേരത്തെ നമ്മൾ പറഞ്ഞ വേർഡ് കോറല്ലം ആണ്. കോറല്ലം എന്ന് പറയുന്നത് എൻറ്റയർ കോറൽ കോളനിയുടെ സ്കെലിറ്റൻ ആയിരുന്നു. ഈ കോറലിയം എന്ന് പറയുന്നത് റെഡ് കോറലിൻ്റെ ജീനസ് നെയിമാണ്. ഓക്കെ. Then threats faced by, why are these coral reefs? Then we have discussed the significance and what are the threats faced by coral reefs. അപ്പോൾ സ്പെഷ്യൽ അവരുടെ കൺസർവേഷനെ പറ്റി വി ആർ മച്ച് ബോതേർഡ്. അപ്പം അവർ കോറൽ റീഫ് എന്ന് പറയുന്നത് നല്ല എക്കോസിസ്റ്റമാണ്. വെൻ ഇറ്റ് ഈസ് അഫക്റ്റഡ് അതിനുള്ള സറൗണ്ടിങ് ഏരിയാസ്, അല്ലെങ്കിൽ സറൗണ്ടിങ് ഏരിയാസ് അഫക്റ്റഡ് ആകുമ്പോൾ കോറൽ റീഫ്സ് ഓൾസോ വിൽ ബി അഫക്റ്റഡ്. ഓക്കെ. ആൻഡ് ഐ ടോൾഡ് യു കോറൽ റീഫ്സ് ഇറ്റ് ടേക്സ് thousands of years for a coral reefs form. കാരണം കോറൽ പോളിപ്സ് ബഡ് ചെയ്ത് വളരെ 1 or 2 സെൻറ്റിമീറ്റേഴ്സാണ് പെർ ഇയർ അവർ ഗ്രോ ചെയ്യുന്നത്. സോ ആസ് ഈസിലി ആസ് ദേ ആർ ഡാമേജ് ദേ കനോട്ട് ബി റിപ്പയർഡ്. അത്ര സ്പീഡിൽ അവർ നശിക്കുന്നു, അത്ര സ്പീഡിൽ നമുക്ക് അവനെ റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ. ദെൻ നാച്ചുറൽ ഒത്തിരി ഫോഴ്സസ് കോറൽ റീഫ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സ്റ്റോംസ് ഒക്കെ വരുമ്പം റീഫ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ സ്പോഞ്ചസ്, നമ്മൾ ബറോയിങ് സ്പോഞ്ച് ക്ലിയോണൊക്കെ പഠിച്ചല്ലേ. ദെൻ ബറോയിങ് സ്നെയിൽസ്, ക്ലാംസ്, ദെൻ സം അതർ ആനിമൽസ് മേക്ക് ഹോൾസ് ഇൻ ദിസ് കോറൽ റോക്ക് ആൻഡ് യൂസ്ഡ് ആസ് ദെയർ ഹോം. ദെൻ പാരറ്റ് ഫിഷ് ആക്ച്വലി കഴിക്കുന്ന ആൽഗയാണ്. അപ്പോൾ ആൽഗെ കഴിക്കാൻ പോകുമ്പോൾ സൂസാന്തലെ ആൽഗയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ദേ ഫീഡ് ഓൺ ദിസ് കോറൽസ്. Then Acanthaster plancy, അത് ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് സ്റ്റാർ ഫിഷ്, ക്രൗൺ ഓഫ് തോൺസ് സ്റ്റാർ ഫിഷ് ആണ്. അത് ഇറ്റ്സ് നോട്ട് എ സീ ഓർച്ചിൻ, അത് കോറൽസിനെ കഴിക്കുന്നതാണ്. സോ അതൊക്കെ ഗ്രേറ്റ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ദീസ് ആർ ഓൾ നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല. ദെൻ ദേ ആർ ഓൾസോ സസെപ്റ്റബിൾ ടു ബാക്ടീരിയൽ ഡിസീസസ്. എ വെരി കോമൺലി റിപ്പോർട്ടഡ് ഡിസീസ് ഇസ് ബ്ലാക്ക് ബാൻഡ് ഡിസീസ്. യു ക്യാൻ സി ഒരു ബാൻഡ് പോലെ കാണാൻ പറ്റും. ബാക്ടീരിയയും ദെൻ ഓസിലിറ്റോറിയ എന്ന് പറയുന്ന സൈനോ ബാക്ടീരിയയാണ് ഇതിനെ കോസറ്റിംഗ് എന്നാണ് പറയുന്നത്. ദെൻ കോറൽസ് ക്യാൻ സർവൈവ് ഓൺലി ഇൻ ക്ലിയർ വാട്ടേഴ്സ് ആൻഡ് ടർബിഡ് വാട്ടർ, അതായത് കലങ്ങിയിരിക്കുന്ന വെള്ളം അവർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ വെള്ളം കലങ്ങാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്? ഡ്രഡ്ജിങ്, മണ്ണടിച്ചിട്ട് ഷോർ ലൈൻ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്നു, അതായത് ചെയ്യുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് പലതും. ദെൻ പൊല്യൂഷൻ, നമ്മൾ ടർബിഡിറ്റി ഡ്യൂ ടു ടെറസ്ട്രിയൽ റൺ ഓഫ്, മൺസൂൺ സമയത്ത് ഷോർ ലൈനിൽ നിന്നൊക്കെ റൺ ഓഫ് വഴിയെല്ലാം സിൽറ്റും സെഡിമെൻറ്റേഷനും വന്ന് ആ പോളിപ്സ് ക്ലോഗ്ഡ് ആവും. അപ്പോൾ അവരുടെ ഇതെല്ലാം ക്ലോഗ്ഡ് ആയി കഴിഞ്ഞാൽ ദേ കനോട്ട് സർവൈവ്. ദെൻ സോ ഞാൻ പറഞ്ഞു നാച്ചുറൽ കലാമിറ്റീസിനെ അല്ലെങ്കിൽ നാച്ചുറൽ ഫോഴ്സസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡാമേജ് കോസിങ് ബൈ പീപ്പിൾ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം. ഓക്കെ. ആൻഡ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ? സോ വെൻ ബോട്ട്സ് ആർ കെയർലെസ്ലി ആങ്കേർഡ് ഓൺ റീഫ്, അപ്പം നങ്കൂരൊക്കെ ഇട്ട് ബോട്ടൊക്കെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന പോലെയൊക്കെ വന്നാൽ കോറൽ പീസസ് ഒക്കെ ബ്രേക്ക് ചെയ്യും. ദെൻ കളക്ടിങ് കോറൽസ് ഫോർ ജ്വല്ലറി, കുറച്ചൊക്കെ കളക്ട് ചെയ്യാം, പക്ഷേ ഇൻഡിസ്ക്രിമിനേറ്റ് കളക്ഷൻ. ദെൻ ആസ് സോവനീർ, അപ്പോൾ അവിടെ വരെ അത് കാണാൻ പോയതല്ലേ നോർത്ത് കുറച്ച് ഓടിച്ചിട്ട് വരിക ഒരു സ്മാരകമായിട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇറ്റ് കോസസ് ഡാമേജ്. ദെൻ യൂസിങ് ബ്ലീച്ച് ടു ക്യാച്ച് ലോബ്സ്റ്റേഴ്സ്, അപ്പോൾ ലോബ്സ്റ്ററിനെ അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ചൊക്കെ ഇട്ടാൽ ഇറ്റ് വിൽ കിൽ ദ പോളിപ്സ് ഓൾസോ. ദെൻ ഓവർ ഫിഷിംഗ്, അവിടുത്തെ ഫിഷിംഗ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഓവർ ഫിഷിംഗ് ചെയ്താൽ നാച്ചുറൽ ബാലൻസ് ഇസ് അപ്സെറ്റ്. സോ ഇറ്റ് വിൽ അഫക്റ്റ് ദാറ്റ് ഇക്കോസിസ്റ്റം. ദെൻ ഡൈവേഴ്സൊക്കെ ഡൈവ് ചെയ്യുന്ന വഴി റീഫിൻ്റെ പീസസൊക്കെ ബ്രേക്ക് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ കെമിക്കൽസ്, ഓയിൽ വേസ്റ്റ് ഡംപിങ് വഴിയൊക്കെ വാട്ടർ പൊല്യൂഷൻ. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഡ്ജിങ് ആൻഡ് ബിൽഡിംഗ് ഫോർ ഷോർ ലൈൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ വാട്ടർ വളരെ ക്ലൗഡിയായി മാറി കലങ്ങി ഇരുന്നിട്ട് ദാറ്റ് വിൽ ക്ലോഗ് ദ കോറൽ പോളിപ്സ്. സോ എ കോറൽ റീഫ് ടേക്സ് ഇയേഴ്സ് ടു റിക്കവർ ആൻഡ് ദോ സീരിയസ്ലി ഡാമേജ്, ചിലപ്പം മീൻസ് ദേ കുഡിൻ ബി റിക്കവേർഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി ബിയോണ്ട് റിക്കവറി ആയി പോകാൻ സാധ്യതയുണ്ട്. അതായത് ഒട്ടും ശ്രദ്ധിക്കാതെ കെയർലെസ്ലി നമ്മളതിനെ ഡാമേജ് ചെയ്യുകയാണെങ്കിൽ. And as students of biology, what we can do or you can do by not handling
വി ക്യാൻ പ്രൊട്ടക്ട് റീഫ്സ് ബൈ നോട്ട് ഹാൻഡ്ലിങ്. നമ്മൾ തന്നെ പോയി കൈകാര്യം ചെയ്യാതിരിക്കുക, പിക്ക് ചെയ്യാതിരിക്കുക. ദെൻ അവിടെയുള്ള ഫിഷറി റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ട പല റെഗുലേഷൻസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക. ദെൻ നിങ്ങൾ പഠിച്ച ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഹോപ്പ് ദിസ് കോറൽസ് ആൻഡ് കോറൽ റീഫ്സ് ഇസ് ക്ലിയർ ടു യു. ഇത് സാധാരണയൊക്കെ ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. ഓക്കെ, സ്റ്റഡി വെൽ ആൻഡ് താങ്ക് യു.